ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്ന ഷെയ്ഖ് സാദ് ഫെസ്റ്റ് കാണാനായിട്ടാണ്. അബുദാബിക്കാരുടെ ഏറ്റവും വലിയ ഫെസ്റ്റാണ് ഷെയ്ഖ് സാദ് ഫെസ്റ്റ്. ഏകദേശം 120 ഡേയ്സോളം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ കൂടിയാണ്. ഇവിടത്തേക്കുള്ള എൻട്രി ഫീ വരുന്നത് 10 ദിർഹംസാണ്. കഴിഞ്ഞ 3 വർഷം 5 ദിർഹംസ് ആയിരുന്നു, പക്ഷേ ഇത്തവണ 10 ദിർഹംസ് ആണ്. അബുദാബിയിൽ നിന്ന് തന്നെ ഫ്രീ ബസ് സർവീസും ഉണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടും ഒക്കെ ഉണ്ട്. ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ ചെറിയൊരു രീതിയിൽ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചെന്നത് മെമ്മറി ഓഫ് നേഷനിലോട്ടാണ്. അതിനുള്ളിൽ എന്ന് വെച്ചാൽ യുടെ ഹിസ്റ്ററിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പവിലിയനാണത്. എങ്ങനെ ഫോം ചെയ്തു എന്നൊക്കെതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മെയിനായിട്ട് കാണാനുള്ള VR ആണ്, അതാരും മിസ്സാക്കരുത്. وأصبح نهجه الحكيم ورؤيته مصدر إلهام للأجيال القادمة، من الرمال إلى ناطحات السحاب، ومن الأحلام إلى الواقع. تواصل رؤية الشيخ زايد قيادة الإمارات نحو المستقبل، ومع الشيخ محمد بن زايد رئيس الدولة تستمر المسيرة، ويبقى إرث الوالد المؤسس പോകുന്നത് തീർച്ചയായിട്ടും VR കാണണം. അത് കാണുമ്പോൾ മ്യൂസിയവും പാലസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അതിനുള്ളിൽ നിന്ന്. ഈയുടെ ഒരു സോങ്ങൊക്കെ വെച്ചുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. പിന്നെ ഉള്ളത് അതിൻ്റെ സൈഡിലൊക്കെ കുറേ സ്റ്റോളുകളുണ്ട്. ഈയുടെ തന്നെ കുറേ സ്റ്റോളുകളുണ്ട്. അത്തർ, ഊത് അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്ന കുറേ സ്റ്റോളുകളുണ്ട്. പിന്നെ ഇതുപോലെ അവരുടെ കുലത്തൊഴിലുകൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അവിടെ, അതുണ്ട്. പിന്നെ അവർ തയ്ക്കുന്നത്, ഇതൊക്കെ അവരുടെ കുലത്തൊഴിലുകളാണ്. അതുകൊണ്ട് അവരത് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അത്. പിന്നെ ഈ ഫെസ്റ്റിവലിന് 28ഓളം രാജ്യത്തിൻ്റെ പവലിയനുണ്ട്. പക്ഷേ ഞങ്ങൾ 5 പവലിയനേ കയറിയിട്ടുള്ളൂ. ഇറാഖ്, ഇറാൻ, തായ്ലൻഡ്, ജപ്പാൻ, മൊറോക്കോ, അങ്ങനെ 5 പവലിയനിലേ കയറിയിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, വിശപ്പ് നമ്മളിങ്ങനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു, കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ മൊറോക്കോയിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, അത് മിസ്സാക്കണ്ടെന്ന് കരുതി അതും കൂടി കാണാമെന്ന് കരുതി പോയായിരുന്നു. ചെറിയ രീതിയിലുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അവരുടെ തനതായ പ്രോഗ്രാംസൊക്കെ ആ പവലിയനിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് വിട്ടത്. കാരണം വിശപ്പ് കൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫ്രഷ് ജ്യൂസും മട്ടൻ ഹനീതും ഫത്തും സാലഡും മേടിച്ചു. സാലഡ് അയ്മൂനായിട്ടാണ് മെയിനായിട്ട് മേടിച്ചത്. അവന് റൈസ് കൊടുക്കാൻ സാധിക്കത്തില്ല. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരു നീണ്ട ക്യൂ നിൽക്കുന്നു ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായിട്ട്. ഇതെന്താപ്പാന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ലുക്കീമാത്ത് മേടിക്കാനുള്ള ക്യൂ ആണ്. ഇത് യുടെ ഒരു സീഡ്സാണ് ലുക്കീമാത്ത്. പക്ഷെ നല്ല ടേസ്റ്റും കൂടിയാണ്. ഞങ്ങൾ മേടിക്കാൻ നിന്നില്ല, കാരണം എനിക്ക് അടുത്ത ദിവസം ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടും ഞാനത് മേടിക്കാനായിട്ട് നിന്നു. പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒമാനി ഹൽവ ഉണ്ടാക്കുന്നിടത്തായിരുന്നു. ഈ ഒമാനി ഹൽവ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് അവർ. ചെറിയൊരു പാക്കറ്റിന് അതിനകത്ത് 8 ദിർഹംസാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇത് മേടിക്കാനായിട്ട് നിന്നപ്പോഴേക്കും പ്രോൺ ഷോയും ഫയർ വർക്ക്സൊക്കെ തുടങ്ങി. അത് കാണാനായിട്ട് പോയി. കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും ഇവിടെ വന്നാൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അത്രയ്ക്കുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ പാർട്ട് 2 ഉടൻ വരുന്നതായിരിക്കും.
ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.